വാട്ടർ ടാപ്പ് പൊട്ടിയാൽ അതിനുള്ളിൽ ടാപ്പിൻ്റെ ത്രെഡുള്ള ഭാഗം ഇരിക്കും. സാധാരണ പ്ലംബിംഗ് അറിയാത്തവർക്ക് ഇതിനുള്ളിലെ പൊട്ടിയ ഭാഗം എടുക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനുള്ളിൽ പൊട്ടിയിരിക്കുന്ന ഭാഗം എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഉള്ളിലെ ഭാഗം ഊരിയെടുക്കുന്നത്. സ്ക്രൂ എക്സ്ട്രാക്ടർ എന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെർച്ച് ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഒരു ഭാഗത്ത് 1/2 ഇഞ്ചും മറ്റേ ഭാഗത്ത് 3/4 ഇഞ്ചുമാണ്. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ടൈറ്റായി വെച്ച് തിരിച്ചു കൊടുത്താൽ മതി. സാധാരണ ടാപ്പുകൾ ഫിറ്റ് ചെയ്യുന്നത് വലത് ഭാഗത്തേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്താണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഊരിയെടുക്കുന്നത് ഇടത് ഭാഗത്തേക്ക് തിരിച്ചാണ്. ഇടത് ഭാഗത്തേക്ക് തിരിക്കുമ്പോഴാണ് ഇത് ടൈറ്റ് ആവുകയും അതിനുള്ളിലുള്ള ഭാഗം ഊരി വരികയും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നു ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ പൊട്ടിയിരുന്ന ഭാഗം ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ നമുക്ക് വേറൊരു ടാപ്പ് ഫിറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ടാപ്പിൽ നല്ല രീതിയിൽ തന്നെ ത്രെഡ് സീൽ ടാപ്പ് ചുറ്റി കൊടുക്കുക. ടാപ്പിൻ്റെ ത്രെഡിനനുസരിച്ചാണ് നമ്മൾ ത്രെഡ് സീൽ ടാപ്പ് ചുറ്റി കൊടുക്കേണ്ടത്. ടാപ്പിൻ്റെ പൊട്ടിയ ഭാഗം ഊരിയെടുക്കാനുള്ള ടൂള് വാങ്ങാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ടാപ്പ് ഫിറ്റ് ചെയ്യാം. വലത് ഭാഗത്തേക്ക് തിരിച്ചാണ് നമ്മൾ ടാപ്പ് ടൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ PVC ടാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.